എല്ലാവർക്കും ഓണാശംസകൾ. നമസ്കാരം. നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയയ്ക്കുക, നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇതിൻ്റെ ജോയിൻ എന്ന ബട്ടണിൽ അമർത്തി മെമ്പർഷിപ്പ് എടുക്കുക. വ്യത്യസ്ത തലത്തിലുള്ള മെമ്പർഷിപ്പ് ഉണ്ട്. ഇന്ന് ഭാരതത്തിൽ, ഇന്ത്യയിൽ അധ്യാപക ദിനം കൂടി ആചരിക്കുന്ന ദിവസമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഒരുപക്ഷെ കോളേജിൽ പഠിപ്പിക്കാതെ അവസാന കാലത്ത് പഠിപ്പിച്ചു. പ്രസിഡന്റ് ആയതിനു ശേഷം പോയി മദ്രാസിൽ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചു. അതിനപ്പുറം ജീവിതകാലം മുഴുവൻ അധ്യാപകനാകാതെ അധ്യാപനത്തെക്കുറിച്ച് മഹത്തായ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുള്ളത്, ടീച്ചിങ് ഈസ് എ വെരി നോബിൾ പ്രൊഫഷൻ ദാറ്റ് ഷേപ്സ് ദ ക്യാരക്ടർ, കാലിബർ ആൻഡ് ഫ്യൂച്ചർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു മനുഷ്യൻ്റെ കാലിബറും സ്വഭാവവും കഴിവും ക്രിയാത്മകതയും എല്ലാം വളർത്തുന്ന ഒന്നാണ് വിദ്യാഭ്യാസം. ഇഫ് ദ പീപ്പിൾ റിമെമ്പർ മീ ആസ് എ ഗുഡ് ടീച്ചർ ദാറ്റ് വിൽ ബി ദി ബിഗ്ഗസ്റ്റ് ഓണർ ടു മീ. എന്നെ ഒരു നല്ല അധ്യാപകനായി നിങ്ങൾ കണ്ടാൽ അതായിരിക്കും എനിക്ക് ഏറ്റവും വലിയ ഓണർ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ആദരവെന്ന് പറഞ്ഞ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട്, യഥാർത്ഥത്തിൽ ഈ ടീച്ചേഴ്സ് ഡേ വരുന്നത് 1962 ഭാരതരത്ന കിട്ടിയ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെടുത്തി ആഘോഷങ്ങൾക്ക് വേണ്ടി ആളുകൾ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ആഘോഷമല്ല പ്രധാനം, രാജ്യത്ത് അധ്യാപക ദിനമായി നിങ്ങൾ ആചരിച്ചോളൂ. അങ്ങനെ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി നാം ആചരിക്കുന്നു. 1888 സെപ്റ്റംബർ 5-നാണ് അദ്ദേഹം ജനിച്ചത്. 1975 ഏപ്രിൽ 17-ന് നമ്മെ വിട്ടു പോവുകയും ചെയ്തു. സർവേപ്പള്ളി രാധാകൃഷ്ണൻ എപ്പോഴും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുമൊക്കെ വലിയ തോതിൽ ചിന്തിച്ചിരുന്നതാണ്. കാലം മാറി, മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയുന്ന കാലമൊക്കെ മാറി. ഗുരുക്കന്മാരോടൊപ്പം സെൽഫി എടുക്കുന്ന തെറ്റല്ല, പക്ഷേ മോശപ്പെട്ട റീൽസ് വരെ എടുക്കുന്ന കാലത്തിലേക്ക് പോയി. ടീച്ചറും കുട്ടിയുമായി പ്രണയത്തിലേക്ക് വരുന്ന കാലത്തിലേക്ക് വന്നു. വിവാഹം കഴിക്കുന്നത് വേറെ, കോളേജ് ജീവിതമൊക്കെ കഴിഞ്ഞ് വീട്ടുകാർ ആലോചിച്ച് വിവാഹം നടത്തുന്നത് വേറെ, അല്ലെങ്കിൽ അതിനുശേഷമുള്ള, അതേസമയം കോളേജ് കാലത്തിൽ തന്നെ പ്രണയവും അതുപോലുള്ള കാര്യങ്ങൾ, മറ്റൊരുപാട് കാര്യങ്ങൾ, അധ്യാപകർ കുട്ടികളെ പീഡിപ്പിക്കുന്ന കഥകൾ മദ്രസയിൽ വരെ നമ്മൾ കേൾക്കുന്നു. പോക്സോ കേസുകൾ, പ്രായമുള്ള അധ്യാപികമാർ കൊച്ചുകുട്ടികളെ ലൈംഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ, അധ്യാപികമാരിൽ നിന്നും അധ്യാപകന്മാരിൽ നിന്നും. കഴിഞ്ഞ ദിവസം കോപ്പിയടി പിടിച്ചൊരു അധ്യാപകനെ എല്ലാവരും കൂടിയാണ്, അതിനകത്ത് വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കമുണ്ട്, അധ്യാപക സംഘടനകളുണ്ട്, എല്ലാവരും കൂടിയാണ് ആ കോപ്പിയടി പിടിച്ച അധ്യാപകനെ കൊല വിളിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരു വശത്ത് ഇന്നത്തെ അധ്യാപക ദിനത്തിൽ വളരെ ഗൗരവമായ ഒരു ചിന്ത വിദ്യാർത്ഥികളും അധ്യാപക സമൂഹവും കൊണ്ടുവരേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, അധ്യാപനം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നേർക്കുനേർ, അതായത് ക്ലാസ്സിൽ വന്നിരുന്ന് നേർക്കുനേർ പഠിക്കേണ്ട ഒരു വിഷയമില്ല അറിവ് കിട്ടാനായി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് നാം താമസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ആനന്ദ വിശ്വനാഥിനെ കുരുക്കാൻ വേണ്ട ശ്രമം, അന്നത്തെ സ്ഥലം മാറ്റം ഹൈക്കോടതി വീണ്ടും റദ്ദാക്കി. ഒരു ആനന്ദ വിശ്വനാഥിൻ്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത്. മൂന്നാർ ഗവൺമെൻറ് കോളേജിൽ കോപ്പിയടിച്ച വിദ്യാർത്ഥികളെക്കെതിരെ നടപടിയെടുത്തതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട പ്രൊഫസർ ആനന്ദ വിശ്വനാഥിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് വേറൊരു സംവിധാനം ഏറ്റെടുക്കാം, കള്ളക്കേസ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞ അധ്യാപനം എന്ന് പറയുന്നത് കുട്ടികളിലെ സ്വഭാവ രൂപീകരണമാണ് ഏറ്റവും പ്രധാനം. വായിക്കാൻ പഠിപ്പിക്കുക, എഴുതാൻ പഠിപ്പിക്കുക, കണക്കൂട്ടാൻ പഠിപ്പിക്കുക, നല്ലതുപോലെ ചിന്തിക്കാൻ പഠിപ്പിക്കുക, നല്ല മനുഷ്യരാക്കാൻ എങ്ങനെ കഴിയും. രാഷ്ട്ര പുനർനിർമ്മാണമാണ്, രാഷ്ട്രത്തിനാവശ്യമായ ആളുകളെ സൃഷ്ടിച്ചെടുക്കലാണ് അധ്യാപകൻ്റെ ജോലി. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധമൊന്നും ഇപ്പോഴില്ല. നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസ കാലഘട്ടവും കുടിപ്പള്ളിക്കൂടവും ആശാൻ പള്ളിക്കൂടവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. കുറേ കൂടി ഗുരുശിഷ്യ ബന്ധം വളരെ മനോഹരമായി ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ. പക്ഷേ ഇപ്പോൾ ബന്ധം നോർമലായി ഞങ്ങളെ സാർ അല്ലെങ്കിൽ മാഷ എന്ന് പോലും വിളിക്കേണ്ട, പേര് വിളിച്ചോളൂ എന്ന് പറയുന്ന കാലത്തിലേക്ക് നമ്മൾ മാറുന്നു. എന്തായാലും എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ നേരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അധ്യാപകരും വിദ്യാർത്ഥി, ഇപ്പോൾ ഓണമാസം കൂടെ ആയതുകൊണ്ട് എല്ലാവരും വീടുകളിലായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലും കാണുന്ന കുട്ടികളൊക്കെ തങ്ങളുടെ ഗുരുക്കന്മാർക്ക്, അധ്യാപകർക്ക് ആവശ്യമായ വിഷസ് അയക്കണം. ടീച്ചേഴ്സ് ഡേ വിഷസ് അയക്കുക. ടീച്ചർമാരും പരസ്പരം ടീച്ചേഴ്സ് ഡേ വിഷസ് കൈമാറുക. അധ്യാപനം എന്ന് പറയുന്നത് പഠിപ്പിക്കലല്ല, പഠിക്കാൻ
പഠിപ്പിക്കലാണ്. ഒരാളിനെ പഠിക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അധ്യാപനം, അല്ലാതെ നേരിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതല്ല എന്ന് നാം തിരിച്ചറിയണം.